ഫോർ കിഡ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ കണ്ണൂരിത്തെ അടയ്ക്കാത്തോട് വീട്ടിലോട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. ഞങ്ങൾക്ക് അങ്ങോട്ട് 7 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ബോറടിച്ചപ്പോൾ ഞാനും ഐസിനും കൂടി ബോളും കൊണ്ട് കളിക്കുകയാണ് കേട്ടോ. ആദമിന് പനിയായോണ്ട് അതും കടന്നുറങ്ങുകയാണ് കേട്ടോ. ബോറടിച്ചപ്പോൾ ഞാനും ഐസിനും കളിക്കാൻ തുടങ്ങിട്ടോ. വിശന്നപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ ഇറങ്ങിയിട്ട് മന്തിയും അൽഫാമും കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഉമ്മിച്ച് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സൂപ്പർ എന്ന് പറയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിന് മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്തു കേട്ടോ. ഇത് കൊയിലാണ്ടിത്തെ ഒരു ഹോട്ടലാണ് കേട്ടോ. അതിനകത്ത് ഐ കൊയിലാണ്ടിന്ന് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ആക്സിഡന്റ് കാരണം അവിടെ ബ്ലോക്ക് ആയിപ്പോയിട്ടോ. റോഡൊക്കെ നല്ല അടിപൊളിയാക്കിയോണ്ട് പോവാൻ സുഖമുണ്ട്. ഇനി ഈ റോഡ് ഫുള്ള് റെഡിയാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 5 മണിക്കൂർ കൊണ്ടൊക്കെ പോവാൻ പറ്റുമെന്ന് പറഞ്ഞു കേട്ടോ ഇപ്പിച്ച്. അപ്പൊ സാബി മുഴപ്പിലങ്ങാട് ബീച്ചിലോട്ട് പോണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ പിച്ച് പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പൊ പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ റെയിൻ ബീച്ചിന്റെ വഴിയിൽ ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. അത് കാരണം ഞങ്ങൾ കുറേ നേരം കാത്തിരുന്നു കേട്ടോ. സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു ആണ് കേട്ടോ അവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. മണിക്കൂറോളം കാത്തിരുന്നിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ആ വഴിയിൽ തന്നെ പോവാൻ പറ്റിയത്. ഇപ്പച്ചിക്ക് കാത്തിരുന്ന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഇരുട്ടാവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഡ്രൈവിംഗ് ബീച്ച് എത്തിട്ടോ. ഇരുട്ടായോണ്ട് ശരിക്കും കാണാൻ പറ്റിയില്ല കേട്ടോ.
നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. തെരേൻ്റെ ഉള്ളിൽ കൂടെ വണ്ടി ഓടിച്ചു പോകാൻ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇരുട്ടാതി ആയതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ടായിരുന്നു കേട്ടോ. ഇപ്പിച്ച് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. പകലൊരു ദിവസം കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സൈഡിൽ നല്ല ഐസ്ക്രീമും നല്ല ഭക്ഷണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സൈഡില് ബീച്ചിൽ കൂടെ നിറച്ച് വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നിറച്ച് വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങള് ബീച്ചിൽ നിന്ന് ഇറങ്ങിട്ടോ. അപ്പൊ ഞങ്ങള് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ക്രിസ്മസ് ആയോണ്ട് എല്ലാ വീട്ടിനു മുമ്പിലും സ്റ്റാറും ക്രിസ്മസ് ട്രീയും ഒക്കെ ഉണ്ടാവും കേട്ടോ. അതാ വീടിന് മുമ്പിലൊക്കെ സ്റ്റാറുകളും ക്രിസ്മസ് ട്രീയും ഉണ്ട് കേട്ടോ. ആ വീട്ടിന് മുമ്പിൽ കുഞ്ഞു കുഞ്ഞു സ്റ്റാറുകൾ ഉണ്ടായിരുന്നു കേട്ടോ. വേറൊരു സ്റ്റാറും കൂടി വേറെ വീട്ടിന് മുമ്പിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടൊക്കെ പല പല കളർ ലൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളപ്പോ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതേ ഒരു പള്ളീന് മുമ്പിൽ പള്ളീനെക്കാളും വലിയ സ്റ്റാർ വേറെ ഉള്ളവരും അത് ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങള് പള്ളിയിൽ കൂടെ പോവാണ് കേട്ടോ. ഇത് ഒരു ഫോറസ്റ്റിലത്തെയാണ് കേട്ടോ. ഇതാ ഇവിടെ കുറേ ലൈറ്റുകൾ മഞ്ഞയും വയലറ്റും വേറൊരു കളർ ലൈറ്റും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ.
മഞ്ഞ കളറിൽ കുഞ്ഞ ബൾബിള് ഒരു വീട് കണ്ടായിരുന്നു കേട്ടോ. ഇതാ ഇവിടെ കൊറേ സ്റ്റാറുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അത് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇച്ചിരി നേരം അവിടെ പല പല കളർ സ്റ്റാർ തൂക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു പള്ളിയായിരുന്നു കേട്ടോ. വേറെ വീട്ടിന് മുമ്പ് കുറെ സ്റ്റാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതേ മരത്തിലും അതേപോലെ സ്റ്റാർ പോലെ ഇട്ടേക്കുന്നു. ഇതേ ഒരു കടയിന് മുമ്പില് മഞ്ഞ ലൈറ്റും സ്റ്റാറും, മഞ്ഞ ലൈറ്റും വൈറ്റ് സ്റ്റാറും. മഞ്ഞ ലൈറ്റും 3 സ്റ്റാർ. എത്രയൊക്കെ സ്റ്റാർ ഉണ്ടായിരുന്നു കേട്ടോ. ഇതേ ഒരു വീടിന് മുമ്പിൽ എത്ര ലൈറ്റ് ആണെന്ന് നോക്കിയേ. എന്റെ വീടെത്താനായിട്ടോ. അപ്പൊ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ആരും എന്താ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങൾ സബ്സ്ക്രൈബും സപ്പോർട്ടും ഷെയറും ലൈക്കും എല്ലാം ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.